ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചിതറാൽ റോക്കറ്റ് ടെമ്പിളാണ്. പാലത്താമ്പലത്ത് നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം വരത്തുള്ളൂ. അപ്പോൾ താഴെ പാർക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ബൈക്കിലാണ് വന്നത്. 10 രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങ് കയറി തുടങ്ങി. ഇവിടെ എൻട്രി എന്ന് പറഞ്ഞാൽ ടിക്കറ്റൊന്നുമില്ല, പിന്നെ ഫുഡ്സൊന്നും അലോഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻട്രി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 8 മണി തൊട്ട് ഈവനിങ് 4 മണി വരെയാണ്. ഓൺ ദ വെയിലായിരുന്നു. ഓൺ ദ വെയിൽ ഒരു വലിയ പാറ ഉണ്ട്, കയറാം. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വേണം കയറാൻ എൻ്റെ പുറത്ത്. ഞാൻ ഈ പാറപ്പുറത്തു നിന്നാണ് ആദ്യം ഇറങ്ങി വന്നത്. അവിടെ നിന്ന് കയറി നമുക്ക് ഇവിടെ നിന്ന് കയറാം, കുറച്ച് സ്ലോപ്പേ ഉള്ളൂ. അപ്പോൾ ഈസിയിൽ കയറാൻ പറ്റുന്ന പുറത്ത്. അവിടെ നിന്ന് ഇറങ്ങി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരിക്കുള്ള വഴി. ഇവിടെ നേരെ വന്നിട്ട് ഇങ്ങോട്ടാണ് പോവേണ്ട. ഇവിടെ എന്തോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു വഴി കിടപ്പുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് സെറ്റാവും. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭഗവതി ടെമ്പിളാണ്. ഒരു 1300 AD എന്തോ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖകൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വഴി നേരെ ഒന്ന് കയറുന്നത് എന്താ പറയുക, എൻ്റെ പുറകിൽ ഒരു ചെറിയ കെട്ടും അങ്ങനെ ഒരു പാറകളൊക്കെ ആയിട്ടാണുള്ളത്. പിന്നെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ നിന്ന് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാം. നമ്മൾ 2 എടുത്തു. ഇനി നേരെ ഇവിടെ നിന്ന് മേളിലോട്ട് കയറും. നടന്നു വരുന്ന വഴിക്ക് ഇടത്തെ സൈഡിലെ മേളിൽ ഒരു കെട്ടിടം കണ്ടു. പക്ഷെ അതിൻ്റെ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു കിടക്കും. അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. നേരെ കയറി വന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മേൽക്കൂരൊന്നും ഇല്ലാത്ത സംഭവം. ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. താഴെയാണ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ടുള്ള ടെമ്പിൾ. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു.
നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് ചെയ്താണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി അമ്പലത്തോട്ടൊക്കെ ഒന്ന് പോകണം. ഇവിടെ നേരെ ഇറങ്ങി വന്നു. അപ്പോൾ ഇതാണ് ശരിക്കുള്ള അമ്പലത്തിലേക്ക് പോകേണ്ട എൻട്രൻസ്. 2 പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് കൂടെയാണ് നേരെ കയറി പോകേണ്ടത്. നേരെ പോകാം. മെയിനായിട്ടുള്ള കല്ലിൽ കൊത്തിയ ബുദ്ധൻ്റെയും ശ്രീനോ വടവത്തി അവിടെയൊക്കെ രൂപങ്ങൾ നല്ല രീതിയിൽ നല്ല ഭംഗി തന്നെ ഒന്ന് കൊത്തിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഉദാ കാണുന്നതാണൊരു അമ്പലം. ലോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ ആരാധന അറിയില്ല. മെയിൻ അമ്പലം റെഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ ഇതിൻ്റെ അകത്ത് കയറ്റുമായിരുന്നു. ഇപ്പോൾ ലോക്ക മുമ്പ് കയറ്റുമായിരുന്നു, ഇപ്പോൾ കയറ്റുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. നല്ല ആംബിയൻസ് ആയിട്ടോ. ശരിക്കും നല്ല ആംബിയൻസ് ആണ്. ഇവിടെ വന്ന് ഇരിക്കേണ്ട സ്ഥലം കൂടിയാണ്. ഒരുപാട് വാർണിംഗ് സൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വാർണിംഗ് സൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ വാർണിംഗ് സൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവർ മാക്സിമം വൃത്തിയോടെ സൂക്ഷിക്കുന്നുണ്ടോ. അങ്ങനെ ചപ്പ് ചവറോ കാര്യങ്ങളോ ഫുഡൊന്നും അലോഡല്ല എന്നുള്ള രീതിയിലുള്ള വാണിംഗ് ഒക്കെ തരുന്നുണ്ട്.
അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുളം കിടന്നതിൻ്റെ അതുവഴി ചാടി കയറി മേളിൽ കയറി. അത് നല്ല പാറക്കെട്ടാട്ടോ, അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിരിച്ച് കറങ്ങി തിരിച്ചു വന്നു. ഇതുവഴി ഇറങ്ങാൻ എളുപ്പം, ഇറങ്ങാനും കയറാനും ഇതുവഴി എളുപ്പം. അങ്ങനെ കുറച്ച് കിടന്ന് കറങ്ങി ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി തിരിച്ചിനി താഴോട്ടേക്ക് പോകണം. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, വന്ന വഴിയെ പോവുകയാണ്. ഒരുപാട് സമയം ഇവിടെ ഇരിക്കാം, നമുക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഒരുപാട് സമയം ഇരിക്കാം. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അതിനെ തിരിച്ചിറങ്ങി എൻട്രൻസിൽ എത്താറായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2 കിലോമീറ്ററാണ് ഈ ലക്കേണ്ടായിട്ട് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചിത്രാലയം നമ്മൾ ഇറങ്ങി നേരെ മാറ്റൂർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാറ്റൂർ അവിടെ നിന്നൊരു 5.5 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട്. എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാലത്തിന് മുകളിൽ കൂടെ വെള്ളം ഇവർ വിടുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടാണ്. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് പോയിട്ട് ഇതല്ല ബ്രിഡ്ജ്, ഇതാണ് ബ്രിഡ്ജ്.
കയറാറുണ്ട്. സ്റ്റെപ്പുകളാണ്. കയറി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടല്ലോ, ഇതിനെ ചെറുതാക്കിയിട്ട് പാലം കെട്ടിക്കുക. ഇത് ഈ വെള്ളത്തിന് എത്തിക്കാൻ വേണ്ടി പാലം കെട്ടിക്കുക. അങ്ങോട്ട് പോകാം. എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിൽ. നല്ല ഹൈറ്റായതുകൊണ്ട് കുടമുത്ത് പൊടിച്ചാൽ ചിലപ്പോൾ പറന്നു പോകും, അല്ലെങ്കിൽ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ടാവണം. കൊള്ളാം, നല്ല ഹൈറ്റാട്ടോ. നമ്മൾ അങ്ങ് അറ്റത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ എത്താറായി. ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ വരും കേട്ടോ ഈ പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. അവിടെ കയറി കഴിഞ്ഞാൽ ഇപ്പുറത്തിറങ്ങാം. ഇവിടെ കൂടെ കയറാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു, സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ. മറ്റേത് നല്ല കുത്തിനുള്ള സ്റ്റെപ്പ് ഇവിടെ സ്ലോപ്പായിട്ടാണ് കാണുന്നത്. സോ നമ്മളങ്ങ് അറ്റെത്താറായി. നമ്മൾ ഇവിടെ നിന്ന് കയറി ഈ ഭാഗത്തുനിന്ന് കയറിയിട്ട് കറങ്ങി അപ്പുറത്ത് അതുവഴിയാണ് വന്നത്. ആ എൻട്രൻസ് ആയിരുന്നത്. ഇവിടെ വന്നു. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു.